ശ്രീ ഉപേന്ദ്രനാരായണൻ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഈ റീൽസ് ചിത്രീകരണം ഒക്കെ നമ്മൾ സ്ഥിരമായി വാർത്തയിൽ കൊടുക്കുന്നതാണ്. അപകടകരമായ രീതിയിൽ അലക്ഷ്യമായ രീതിയിൽ വാഹനം ഓടിച്ചുകൊണ്ടൊക്കെയുള്ള റീൽസ് ചിത്രീകരണം. ഇപ്പോൾ ഒരു യുവാവിന് ഇത്തരത്തിലൊരു റീൽ ചിത്രീകരണത്തിനിടെ മരണം സംഭവിച്ചിരിക്കുകയാണ്. അതായത് നമ്മുടെ ഈ സംസ്ഥാനത്ത്, കൊച്ചു സംസ്ഥാനത്ത് ഇത്രത്തോളം റോഡ് അപകടങ്ങൾ സ്ഥിരമായിട്ടുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. സ്ഥിരമായി ഒരു ദിവസം പോലും നമുക്കൊരു ദുഃഖവാർത്ത കേൾക്കാത്ത ദിവസം ഇല്ല. പ്രവർത്തനങ്ങൾ, അതായത് ഇപ്പോ എൻഫോഴ്സ്മെന്റ് ഏജൻസികളായ പോലീസും MVD മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റും പ്രവർത്തനങ്ങൾ പ്രതിരോധിക്കാൻ വേണം. അതായത് ഒരു റെഗുലറായിട്ട് റീൽ എടുക്കുന്ന ഒരു സ്ഥലമാണെന്നാണ് ഇപ്പൊ ഞാൻ ഈ വാർത്തയിലൂടെ മനസ്സിലാക്കുന്നത്. അത് ഏതോ ഒരു വലിയ കമ്പനിക്ക് വേണ്ടി ഇപ്പൊ ഈ പിടിച്ചിട്ട വാഹനങ്ങളൊക്കെ തന്നെ ഒരു 5-6 കോടി രൂപയുടെ വാഹനങ്ങളാണ് പിടിച്ചിട്ടേക്കുന്നത്. ഈ മുട്ടിയ വാഹനവും അതേപോലെ തന്നെയാണ്. അപ്പൊ ഇങ്ങനെ റെഗുലറായിട്ട് റീൽസ് എടുക്കാൻ വേണ്ടി ചേസിങ്, പൊതുനിരത്തുകളിലെ അഭ്യാസ പ്രകടനങ്ങൾ തടയേണ്ടത് ആരാണ്? മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ആണ്. അവരുണർന്ന് പ്രവർത്തിക്കാത്തത് മൂലമാണ് റെഗുലറായിട്ട് ഒരേ നിരത്തിൽ ഒരേ സ്ഥലത്ത് റീൽസിന് വേണ്ടിയും റെക്ലെസ് ആയിട്ടുള്ള ഡ്രൈവിങ്ങും റൈഡിങ്ങും നടത്തി മറ്റു ചെറുപ്പക്കാരെ കൂടി ഇതിലേക്ക് ആകർഷിക്കുകയാണ്. ഇപ്പൊ ആ ചെറുപ്പക്കാരൻ, നിരപരാധിയായ ഒരു ചെറുപ്പക്കാരനെ റീൽസ് എടുക്കാൻ പ്രേരിപ്പിച്ചത് കൊണ്ടാണ് ഈ അപകടം ഉണ്ടായത്. അപ്പോൾ അത് മാർക്കറ്റിംഗിന്റെ ഒരു സ്ട്രാറ്റജിയാണ്. ഇങ്ങനെ റീൽസ് എടുത്ത് അവരുടെ ബൈക്കിന് കൂടുതൽ ആൾക്കാരെ കിട്ടാനും കച്ചവടം നടത്താനുമുള്ള ഒരു രീതി പൊതുനിരത്തിൽ കാണിച്ചാണ് ഏറ്റവും വലിയ തെറ്റ്. അപ്പൊ ഈ പൊതുനിരത്തുകൾ സംരക്ഷിക്കേണ്ടത് ട്രാഫിക് പോലീസിന്റെയും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ എൻഫോഴ്സ്മെന്റിന്റേതാണ്. അവര് അനങ്ങാപ്പാറ നയം എടുത്തത് കൊണ്ടാണ് കോഴിക്കോട് സിറ്റിയിൽ ഈ അപകടം ഉണ്ടായത്. ഇപ്പോ താങ്കളുടെ ലേഖകൻ തന്നെ പറയുന്നുണ്ട്, ഇവിടെ റെഗുലറായിട്ട് ഇങ്ങനെയുള്ള അഭ്യാസ പ്രകടനങ്ങൾ നടക്കുന്നുണ്ട്. അതേമാതിരി ദേശീയപാതകളിലൊക്കെ തന്നെ ഇത്തരം അപകടങ്ങൾ, നിങ്ങൾ ഏത് റോഡിൽ നോക്കിയാലും റെക്ലെസ് ആയിട്ട് വാഹനങ്ങൾ ഇങ്ങനെ ഓടുന്നുണ്ട്. അപ്പോ ഇത്തരം വാഹനങ്ങൾ സ്വയം മരിക്കും ഓടിക്കുന്നവൻ, അതുകൂടാതെ മറ്റുള്ള നിരപരാധികളെ കൊല്ലുന്നുണ്ട്. ഇതിന് എന്തുകൊണ്ടൊരു പ്രിവെൻഷൻ സ്ട്രാറ്റജി ഈ പറഞ്ഞ എൻഫോഴ്സ്മെന്റ് ഏജൻസികൾക്കില്ല? അപ്പൊ നല്ല യൂണിഫോമും സ്റ്റാറും ഒക്കെ വെച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ തടയാനുള്ള മാർഗങ്ങളാണ് ജനങ്ങൾക്ക് വേണ്ടത്. ഓരോ ദിവസവും യുവാക്കൾ മരിക്കുകയാണ്. കേരളത്തിന്റെ അസറ്റാണവർ. അപ്പൊ അതിന് ശക്തമായ നടപടികൾ ഉണ്ടായേ തീരൂ. ഉണ്ടാകുന്നില്ല എന്നതാണ് ദുഃഖസത്യം. എസ്പെഷ്യലി നമ്മുടെ ഈ അടുത്ത കാലത്ത് മരിച്ചതെല്ലാം യുവാക്കളാണ്. അവരുടെ ആ ഒരു ഗോൾഡൻ ഏജിലാണ് മരിക്കുന്നത്. ഒരു കുടുംബത്തിന്റെ നഷ്ടം, ആ തീരാ കണ്ണീരുകൾ ആരെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ പോയി കാണണം. അതേപോലെ തന്നെയാണ് ഇത്തരം വാഹനങ്ങൾ പിടിച്ചെടുക്കാനുള്ള വ്യവസ്ഥകളൊക്കെ ഉണ്ട്. എന്തുകൊണ്ട് ചെയ്യുന്നില്ല? ഇത് പറ്റില്ല, ഇങ്ങനെ മറ്റും പോകാൻ പറ്റില്ല. പിന്നെ അവർക്കറിയില്ലെങ്കിൽ ഞങ്ങളെമാതിരി എക്സ്പെർട്സിനെ ഗവൺമെന്റ് നിയോഗിച്ചിട്ടുണ്ട്. ഒരു RTO പോലും ഞങ്ങളോട് ആവശ്യപ്പെട്ടിട്ടില്ല, ഒന്ന് വരണം, നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന്. അപ്പോ ഈ കേരളത്തിലെ യുവാക്കൾ മരിച്ചോട്ടെ എന്നാണോ ഈ ഉദ്യോഗസ്ഥന്മാരുടെ തീരുമാനം? എന്താണെന്ന് സർക്കാർ പറയണം. കാര്യം ഇങ്ങനെ ഉദ്യോഗസ്ഥ വൃന്ദം അലംഭാവമാണ് ഈ മരണത്തിനൊക്കെ കാരണം. ഈ അടുത്തിടെ ഉണ്ടായ എല്ലാ അപകടങ്ങളും അതീവ ദുഃഖിതനാണ് ഞാൻ. കാര്യം ഞാൻ 10-28 കൊല്ലമായിട്ട് റോഡ് സേഫ്റ്റി രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട്, റിസൾട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ഞങ്ങളെയൊക്കെ മാറ്റി ഇരുത്തിക്കൊണ്ട് ഉദ്യോഗസ്ഥ വൃന്ദം യൂണിഫോം ഇട്ടവർ മാത്രം പണിതാൻ പറ്റില്ല. ഇത് ശക്തമായ ബോധവൽക്കരണത്തിന്റെ ആവശ്യമുണ്ട്. ഈ സ്പോട്ടിൽ തന്നെ അനേകം ആൾക്കാർ കണ്ടാണല്ലോ ഈ റീൽസ് എടുക്കുന്നത്, കണ്ടല്ലോ. എന്തുകൊണ്ട് അവര് പോലീസ് സ്റ്റേഷനിലേക്ക് ഒന്ന് വിളിച്ചു പറഞ്ഞില്ല? ഇത് ഇവിടെ ചെയ്തുകൂടാന്നും പറഞ്ഞ് തടഞ്ഞില്ല. അപ്പൊ നമുക്ക് ഓരോരുത്തർക്കും ഉത്തരവാദിത്വമുണ്ട് മറ്റൊരു ജീവൻ രക്ഷപ്പെടുത്താനായിട്ട്. അത് ചെയ്തിരുന്നെങ്കിൽ ഈ ചെറുപ്പക്കാരന്റെ ദാരുണാന്ത്യം ഉണ്ടാകില്ലായിരുന്നു. തീർച്ചയായും ശ്രീ ഉപേന്ദ്രനാരായണൻ അങ്ങ് പറഞ്ഞത് തന്നെയാണ് ശരി. ഒരിക്കലും റീൽസ് എടുക്കില്ല എന്ന് പറഞ്ഞ, റീൽസ് എടുക്കരുത് എന്ന് പറഞ്ഞ യുവാക്കളെ തടഞ്ഞു നിർത്താൻ നമുക്ക് കഴിയില്ല. അവർക്ക് കൃത്യമായ ബോധവൽക്കരണം നൽകണം. അതുപോലെ തന്നെ അധികൃതർ ഈ വിഷയത്തിൽ കൃത്യമായ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. അവർ ഇടപെടൽ നടത്തണം. അത് തന്നെയാണ് അത്യാവശ്യം.